ഹലോ മൈ ഡിയർ ക്ലാസ് 9 ഫാമിലി മക്കളെ, നമ്മളെ പ്ലേറ്റ് വേർഡ് എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് അഥവാ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്നോ രണ്ടോ പേർക്കല്ല ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോൺറയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലേറ്റ് വെറുതെ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്ന ഒരു ചാപ്റ്ററും കൂടിയാണത്. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് സാർ എന്ന് കുറേ പേര് സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ഇവിടെ. സാർ ഒരു ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കി പോകേണ്ടതായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് സാറോട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറും കൂടെ സാറ് പറഞ്ഞിരുന്നുണ്ടാവും ഈ വീഡിയോയിൽ. എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു ആൻസറിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം സാർ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കളോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതുപോലുള്ള ടഫായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്, ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കണം, നിങ്ങൾക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ. ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മളെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതിയാവുള്ളൂ. ആൽഫ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ ആദ്യം മുതലുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ നോട്ട്സ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ 2199 റുപ്പീസിന് നിങ്ങൾ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുമോ. നിങ്ങൾക്ക് ഇനി ഒറ്റ ടൈം 1 ടൈം സെറ്റിൽമെൻറ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ 7592092021 22 നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങൾ ഗൈഡ് ചെയ്യും, എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് മേടിച്ചിട്ട് പവറായിട്ട് മാർക്ക് മേടിച്ചിട്ട് മുന്നിൽ കൂടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ടീച്ചേഴ്സിൻ്റെ മുന്നിൽ കൂടെ നടക്കാം എന്നുള്ള കാര്യം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ സാറ് ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, ഡിം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരെന്താന്നുള്ളത് ഉടനെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് മാത്രം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങോട്ടേക്ക്. ഓക്കെ, റെഡി? ഇനി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ പ്ലേറ്റ്. ഇത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് മിക്കവാറും മക്കളെ 2 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും. 2 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ പീഠഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റുകളുണ്ട് നിങ്ങളുടെ ആൻസറിൽ. അതിൽ ഒന്നാമതാണ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ളത്, അതായത് പരന്നത്. ഈ പറഞ്ഞ പരന്ന ഒരു ഭൂപ്രദേശത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലേറ്റ്യൂ അഥവാ പീഠഭൂമി എന്നുള്ളത്. രണ്ടാമത്തത് എക്സ്റ്റെൻസീവ് ലാൻഡ് ഫോം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ലാൻഡ് ഫോം ആണ്. അതായത് പരന്നിങ്ങനെ നിവർന്ന് കിടക്കണ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലാൻഡ് ഫോമിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പറഞ്ഞ പീഠഭൂമി എന്ന് വിളിക്കുക. സ്വാഭാവികമായിട്ടും അതിന് ഹയർ എലവേഷനും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട ഒറ്റ പോയിന്റ് ആണ്. സാർ എപ്പോഴും പറയാറുണ്ട്, പീഠഭൂമി എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒറ്റ സാധനമേ ഉള്ളൂ. സാർ അതെന്താ, കസേര. കസേര എന്ന് പറയുമ്പോൾ നിലത്ത് നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന സാധനമായതുകൊണ്ട് തന്നെ നമ്മളതിനെ കസേര എന്ന് വിളിക്കുമ്പോൾ, പീഠം എന്ന് വിളിക്കുമ്പോൾ, പീഠഭൂമി എന്താണ്, ഹയർ എലവേഷൻ. ഈ പറഞ്ഞ പരന്ന ഭൂപ്രദേശത്ത് നിന്ന് ഒരു ചെറിയൊരു സാധനം മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പീഠഭൂമി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്ലേറ്റ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ക്ലൈമാറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ദ പെനിൻസുലർ പ്ലേറ്റ്യൂ. അതാ ഇത്രേ ഉള്ളൂ. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏകദേശം 4 മാർക്കിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടെ സാറ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എഴുതണം. ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ് സാർ പെനിൻസുലർ പ്ലേറ്റ്യൂവിൻ്റെ ഷേപ്പ്? കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യമാണെന്ന് വിചാരിക്കാം. ഈ ഇന്ത്യ മഹാരാജ്യം ഇത് ഗുജറാത്താണ്, ഇത് കേരളമാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുക, പെനിൻസുലർ പ്ലേറ്റ്യൂ അഥവാ ഉപദ്വീപീയ പീഠഭൂമി കാണാൻ പറ്റുക. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പിലാണ്. എന്താ കാണാൻ പറ്റുക, ട്രയാങ്കുലർ ആണോ അതോ സാർ ഇൻവേർട്ടഡ് ട്രയാങ്കുലർ ആണോ? നിങ്ങൾ എന്ത് എഴുതിയാലും കറക്റ്റ് ആട്ടോ. ഇൻവേർട്ടഡ് ട്രയാങ്കുലർ എഴുതിയാലും ഈ പറഞ്ഞിട്ടുള്ള ട്രയാങ്കുലർ എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് ആണ്. ത്രികോണ സമാനമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് എന്തെന്ന് പറയുന്നത്, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ത്രികോണ സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് വെസ്റ്റേൺ ഘട്ട് കാണാൻ പറ്റും, ഈ ഭാഗത്ത് ഈസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടവും കിഴക്കൻ ഘട്ടവും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനത്തിന് നടുക്കായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഈ പറഞ്ഞിട്ടുള്ള പെനിൻസുലർ പ്ലേറ്റ് കാണാൻ പറ്റുക. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സാർ? ഷേപ്പ് അല്ലാതെ വേറെന്താണ്? രൂപം, സ്ഥാനം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ സ്ഥാനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ രൂപം സാർ എഴുതി ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്നുള്ളത്. ഇനി അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മധ്യഭാഗത്തായിട്ട്, ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് കാണുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രോപ്പിക്കൽ ലൊക്കേഷൻ. അത് വെസ്റ്റേൺ ഘട്ടിന്റെയും ഈസ്റ്റേൺ ഘട്ടിന്റെയൊക്കെ ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്ലൈമാറ്റിക് ഡിഫറൻസസ്, കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് മുന്നേ ഡിസ്റ്റൻസ് ഫ്രം ഓഷ്യൻ എന്നുള്ളത് കാണണം. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര
ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി. എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? 600 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ഓഷ്യൻ എന്ന് പറഞ്ഞ ചായക്കപ്പിലേക്ക് നമ്മൾ ചുണ്ടിങ്ങനെ ചേർക്കുമ്പോൾ ചുണ്ടും ചായക്കപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, അതാണ് സമുദ്രനിരപ്പും ഈ പറഞ്ഞ ഉപദ്വീപീയ പീഠഭൂമിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം, ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഫ്രം ഓഷ്യൻ, സമുദ്രത്തിൽ നിന്നുള്ള ദൂരം എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞു നോക്കേണ്ട, അതായത് ഇവിടെയുള്ള പർവ്വത നിരകൾ വെസ്റ്റേൺ ഗട്ട്സിലുള്ളതും പശ്ചിമഘട്ടത്തിലുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെക്കാൻ പ്ലേറ്റിലുള്ളതും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗട്ട്സിലുള്ളതുമായിട്ടുള്ള ഒരുപാട് മലനിരകൾ ഈ പറഞ്ഞിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എങ്ങനെയാ സാർ? ഈ പറഞ്ഞ വെസ്റ്റേൺ ഘട്ടിലൂടെ വരുന്ന മലനിരകളിൽ തട്ടി കാറ്റും അതുപോലെ തന്നെ മറ്റ് പല ഈർപ്പമുള്ള വാതകങ്ങളും ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ അതിൻ്റെ കാലാവസ്ഥ, മഞ്ഞാണോ മഴയാണോ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ചതും നിത്യഹരിത വനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തോൺ ഫോറസ്റ്റ് ആയിക്കോട്ടെ പലതരത്തിലുള്ള കാലാവസ്ഥ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റുന്നതും ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുടെ സ്വാധീനം അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ സ്ഥാനം അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓറിയന്റേഷൻ ഓഫ് മൗണ്ടെയിൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പർവ്വതനിരകളുടെ സ്ഥാനം കാലാവസ്ഥയെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്തതാണ് ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. ഈ പറഞ്ഞിട്ടുള്ള മൺസൂണിന്റെ കാലാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മൺസൂൺ എന്ന് പറയുന്നത് 2 ദിശയിലൂടെ കയറി വരുന്നത് അല്ലേ, 2 ദിശ, ഇങ്ങനെ കയറി വരും ഇങ്ങനെ കയറി വരും. അപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടിലൂടെയും ഈസ്റ്റേൺ ഘട്ടിലൂടെയും കയറി വരുന്ന അറബിക്കടലിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ അല്ല ബേ ഓഫ് ബംഗാളിൽ നിന്നും കയറി വരുന്ന ഈ മൺസൂൺ കാറ്റുകളെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ മിനിമം നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലേറ്റിയുടെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള കാര്യം എഴുതുമ്പോൾ ഈ പോയിന്റ് ഒക്കെ ഉണ്ടാവണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമികളെ പറ്റി എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഹിമാലയ പർവ്വതമല്ല. എല്ലാവർക്കും കഴിഞ്ഞ വർഷം സാറ് ശ്രദ്ധിച്ചാണ്, എല്ലാവരും കൊണ്ടുപോയിട്ട് ഹിമാലയ പർവ്വതത്തിന്റെ ക്ലാസിഫിക്കേഷൻ, ഹിമാലയ പർവ്വതം എന്താണെന്ന് എഴുതി വെച്ചോ. ഹിമാലയ പർവ്വതമല്ല, ഹിമാലയ റിവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെക്കരുത് ഒരു കാരണവശാലും. നിങ്ങൾ ഹിമാലയ റിവേഴ്സ് അല്ല, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഹിമാലയ റിവേഴ്സ് എപ്പോഴും ഹൈലി ആയിട്ടുള്ള, അതായത് ഭയങ്കര ഗടാഗടിയനായിട്ടുള്ള ശക്തിമാനായിട്ടുള്ള കുറച്ച് റിവേഴ്സാണ് ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് എല്ലാം ഹെവി ആയിരിക്കും. അതുണ്ടാക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റം വളരെ കൂടുതലായിരിക്കും, അതുണ്ടാക്കുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള നദീതടങ്ങൾ വളരെ കൂടുതലായിരിക്കും, റിവർ ബേസിൻസ് വളരെ വലുതായിരിക്കും. അതൊന്നുമല്ല. ഈ പറഞ്ഞ പെനിൻസുലർ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, അത് എപ്പോഴും സ്മോൾ ആയിരിക്കും, ചെറുതായിരിക്കും. സ്മോൾ എന്നുള്ള കാര്യം കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ ഒരുപാട് ചെറിയ ചെറിയ നദികളുണ്ട്, നർമ്മദ, താപ്തി, മഹാനദി പോലുള്ള ഒരുപാട് ചെറിയ ചെറിയ നദികളുണ്ട്. കമ്പയറിംഗ് ടു ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, അത് 3 ഹിമാലയനാണ്. ഇനി നിങ്ങൾ ഇവിടെ എഴുതണം, ഉപദ്വീപീയ നദികളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് സാർ? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ 3 എണ്ണത്തിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഒന്നെന്ന് പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. രണ്ടാമത്തത് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അടുത്ത് ഗംഗ യമുനയിലേക്ക് ചേരുന്ന നദികളുണ്ട്, ഗംഗയിലേക്കും യമുനയിലേക്കും ചേരുന്ന നദികളുണ്ട്. അതിനെപ്പറ്റി എഴുതാം. അപ്പം 3 രീതികളിലാണ് പെനിൻസുലാർ അഥവാ ഉപദ്വീപീയ നദികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാ നദികളുടെ പേരും പഠിക്കുക. ഈ പറഞ്ഞ ഈസ്റ്റിലേക്ക് ഒഴുകുന്നതും വെസ്റ്റിലേക്ക് ഒഴുകുന്നതും ഒക്കെ നദികളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ കോഡ് അടക്കം സാറിൻ്റെ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈവ് കാണാത്തൊരു നിർബന്ധമായിട്ടും ആ ലൈവ് പോയി കാണുക. ഒരു 10-12 ദിവസം മുന്നേ സാറ് ലൈവ് പോയിട്ടുണ്ട്, അതൊന്ന് കണ്ടു വെക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ വളരെ വിത്ത് കോഡാ സാർ അവിടെ ഓരോന്നും പറഞ്ഞു തന്നിട്ടുള്ളത് ഓർത്ത് വെക്കാൻ. അപ്പോൾ അത് പഠിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരിക, സെറ്റാക്കാം. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെയിം ദ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, എന്താണ് സാർ വിവിധോദ്ദേശ ഡാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഡാം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒഴുകുന്ന നദിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ആ തടസ്സം സൃഷ്ടിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഡാം എന്ന് വിളിക്കുക. ആ ഡാം പലതരത്തിലുള്ള, ഇന്ത്യയിൽ ഒരുപാട് നദികളിൽ എന്തുണ്ട്? ഡാം സൃഷ്ടിക്കുന്നുണ്ട്, ഡാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് വിവിധ ഉദ്ദേശ നദികൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതായത് ഡാമിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഡാമിനെ കൊണ്ട് നമുക്ക് ഫ്ലഡ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ വെള്ളപ്പൊക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് സഹായകമായിരിക്കും, കൃഷിക്ക് അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ജലസേചനം, ഇറിഗേഷൻ ഫെസിലിറ്റീസിന് അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മീൻ വലത്തിന്, ഫിഷിംഗ് അനുയോജ്യമായിരിക്കും. ഓക്കെ, ടൂറിസം അനുയോജ്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഡാം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇലക്ട്രിസിറ്റി അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഇതല്ലാതെ നിങ്ങൾ ചിന്തിക്കണം, ഒരൊറ്റ പർപ്പസിന് വേണ്ടി അല്ലാതെ ഒരുപാട് പർപ്പസിന് വേണ്ടി ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിലധികമോ പർപ്പസിന് വേണ്ടി, ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടി മാത്രമല്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു ഡാം ഉണ്ടാക്കുക. അതിന് ഒന്നോ അതിലധികമോ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഇതിൽ ഒന്നോ അതിലധികമോ ഉദ്ദേശമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്ട്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം, ഈ പറഞ്ഞ നർമ്മദ നദിയിൽ ഉണ്ടാക്കിയിട്ടുള്ള NBA എന്ന് പറഞ്ഞിട്ടുള്ള നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആന്തോളൻ, ഈ പറഞ്ഞ നർമ്മദ നദിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ടിനെതിരെയൊക്കെ സംസാരിച്ചവരുണ്ട്, ഒരുപാട് പേരുണ്ട്. മേധാ പട്കർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കുറച്ച് നദികളുടെ പേര്, അല്ലെങ്കിൽ ഈ ഡാമുകളുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് ഹിരാക്കുഡാണ്. ഹിരാക്കുഡ് നദി ഡാം എവിടെ കാണാം? മഹാനദിയിലാണ് കാണാൻ പറ്റുക, അത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ തുംഗഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡാം ഉണ്ട്, അത് തുംഗഭദ്ര നദിയിൽ കാണാൻ പറ്റും, കർണാടകയിലാണ് കാണാൻ പറ്റുക. മൂന്നാമത്തെ സർദാർ സരോവർ ഉണ്ട്, അത് നർമ്മദയിലായിരിക്കും കാണാൻ പറ്റുക, ഗുജറാത്തിലാണ്. ഇനി നാലാമത്തെ കൃഷ്ണരാജസാഗർ കാവേരിയിലാണ്, കർണാടകയിലാണ് കാണാൻ പറ്റുക. അഞ്ചാമത്തത് നൈസാം സാഗർ ഗോദാവരി, ആന്ധ്രാപ്രദേശിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡാമിന്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കോഡ് അടക്കം സാർ നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പഠിച്ചു വെക്കണം എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടു വെക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നിങ്ങളെ ആൻസറിൽ അല്ലെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട മക്കളെ. 4 മാർക്ക് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ സോയിൽസ് അഥവാ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നത്? ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മണ്ണിനങ്ങളുടെ പേരുണ്ട്. അതായത് സാർ വീട്ടിലെ മുറ്റത്ത് കാണുന്ന പാറപ്പൊടി മണ്ണാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കറുത്ത മണ്ണ്, അതൊന്നുമല്ല. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മണ്ണിനങ്ങളുടെ പേര് സാറിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും പഠിച്ചിട്ട് പോവാം, ഓരോന്നിൻ്റെ സവിശേഷത എന്താണെന്ന് അറിഞ്ഞിട്ട് പോവാം. കറുത്ത മണ്ണിൻ്റെ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ്, അതായത് നല്ല ഫലഭൂഷ്ടമായിട്ടൊരു മണ്ണിനുമായിരിക്കും. ചുവന്ന മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേരൊക്കെ സാർ ഫസ്റ്റ് പറഞ്ഞ പോലെ കറുത്ത മണ്ണിന്റെ വേറൊരു പേര് എന്താണെന്ന് എഴുതി വെക്കാം. ഇനി വേറൊരു പേര്, ഇതല്ലാതെ വേറൊരു പേര് സാർ പറഞ്ഞുതരാം, കോട്ടൺ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ് കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്, അതാണ് എൻ്റെ മക്കൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞു വെക്കേണ്ടത് എന്താണ്? ചുവന്ന മണ്ണ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള റെഡ് സോയിൽ എന്നാണ് സാർ പറഞ്ഞു വെക്കേണ്ടത്. റെഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അയണിന്റെ അംശം, എന്തിന്റെ അംശമാണ്? അയൺ അഥവാ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ളതാണ് ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്. ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. മഴയും വെയിലും മാറി 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 വരുമ്പോൾ ഉണ്ടാവുന്ന മണ്ണിലുണ്ടാവുന്ന ഒരു രാസപരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാറ്ററൈറ്റ് മണ്ണുണ്ടാവുന്നത്. ദെൻ പർവ്വത മണ്ണുണ്ട്, മൗണ്ടെയിൻ സോയിൽ ഉണ്ട്. മൗണ്ടെയിൻ സോയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകേണ്ട കാര്യമാണ്. പർവ്വതത്തിലാണ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്ത് സാർ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് സോയിലിന്റെ പേര് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ ആർക്കെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാൻ മക്കളെ. 2199 റുപ്പീസ് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഇനിയും കാണാം. 75909021 21 22 വിളിച്ചോളൂ. ട്രിങ് ട്രിങ്. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്.